വമ്പൻ സീസണിന് മുന്നൊരുക്കമായി നിലവിൽ ലിയണൽ മെസ്സിയുടെ ഇന്റർ മയാമി പ്രീ സീസൺ മത്സരങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ലബ്ബ് ഫ്രണ്ട്ലി മത്സരത്തിൽ FC ഡാലസ് ആയിരുന്നു ഇന്ന് ഇന്റർ മയാമിയുടെ എതിരാളികൾ. എന്നാൽ തുടർച്ചയായ രണ്ടാം മത്സരത്തിലും ഇന്റർ മയാമിക്ക് വിജയിക്കാൻ സാധിച്ചില്ല. FC ഡല്ലസിനെതിരെ ഒരു ഗോളിനായിരുന്നു ഇന്റർ മയാമിയുടെ പരാജയം. കളി തുടങ്ങിയ മത്സരത്തിന്റെ 3-ാം മിനിറ്റിൽ തന്നെ ജെ ഫെരേരയിലൂടെ FC ഡല്ലസ് മുന്നിലെത്തി. 3-ാം മിനിറ്റിലെ ആ ഒരു ഗോളാണ് FC ഡല്ലസിന് വിജയം സമ്മാനിച്ചത്. മത്സരത്തിൽ ഇന്റർ മയാമിയുടെ അവസ്ഥ എടുത്തു നോക്കുകയാണെങ്കിൽ പാസിങ്ങിൻ്റെ കാര്യത്തിൽ ഇന്റർ മയാമി FC ഡല്ലസിനേക്കാൾ ബഹുദൂരം മുന്നിലായിരുന്നു. 770-ലധികം പാസുകളാണ് മിയാമി ഒരു മത്സരത്തിൽ മാത്രം പൂർത്തീകരിച്ചത്. ഷോട്ട് എടുക്കുന്ന കാര്യത്തിൽ ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പമായിരുന്നു. പാസ് അക്യുറസിയുടെ കാര്യത്തിലും മിയാമി തന്നെയാണ് മികച്ചു നിന്നത്. 70%-ലധികം പൊസിഷനും ഇന്റർ മയാമിയുടെ പക്കൽ തന്നെയായിരുന്നു. പക്ഷേ ആരാധകർ കരുതിയതുപോലെ തന്നെ ഗോൾ മാത്രം പിറന്നില്ല. മെസ്സിയുടെ മികച്ച 2-3 അറ്റംപ്റ്റുകൾ കണ്ടെങ്കിലും നിർഭാഗ്യവശാൽ ഗോൾ കീപ്പറുടെ സേവും പോസ്റ്റിൽ തട്ടിത്തെറിക്കുകയുമായിരുന്നു ചെയ്തത്. സുവാരസിന്റെ കാര്യം എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഫോമിലേക്ക് ഉയരാൻ സാധിച്ചിട്ടില്ല. ഏറെ ബുദ്ധിമുട്ടി കളിക്കുന്നത് പോലെയാണ് സുവാരസിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത്. ആ പഴയ സുവാരസിന്റെ ഒരു അംശം പോലും മത്സരത്തിൽ എവിടെയും കാണാൻ സാധിച്ചതുമില്ല. മധ്യനിരയിൽ ബൂസ്കറ്റിന്റെ മികച്ച പ്രകടനമാണ് മത്സരത്തിൽ കാണാൻ സാധിച്ചത്. ഇനി മിയാമിക്കുള്ളത് റിയാദ് സീസൺ കപ്പാണ്. ജനുവരി 29-ാം തീയതി അൽ ഹിലാലുമായിട്ടാണ് മിയാമിക്കിനി പോരാട്ടമുള്ളത്. ഫെബ്രുവരി 1-ാം തീയതി റൊണാൾഡോയുടെ അൽ നസറുമായിട്ടുള്ള മറ്റൊരു പോരാട്ടം. ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്.